കൈവശമുള്ള നഗ്നചിത്രങ്ങൾ കാട്ടി മുൻകാമുകൻ ഭീഷണിപ്പെടുത്തുന്നു. അവ പ്രചരിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഗതികെട്ട് ഭർത്താവിനെയും കൂട്ടി അയാളെ കൊല്ലാൻ പദ്ധതിയിടുന്നു. ഇടക്കൊച്ചി പള്ളുരുത്തിയിൽ ആഷിഖിനെ കൊല്ലാനുള്ള കാരണമായി ഷഹാന പോലീസിന് നൽകിയ മൊഴി ഇപ്രകാരമായിരുന്നു. ക്രൈം ബുക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻകാമുകനെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതകത്തിൽ 32കാരി ഷഹാനയ്ക്കൊപ്പം ഭർത്താവ് ഷിഹാബും പോലീസ് പിടിയിലായി. ആളൊഴിഞ്ഞ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന വാനിൽ കണ്ടെത്തിയ യുവാവിൻ്റേത് കൊലപാതകം തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാമുകിയെയും ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളുരുത്തി പെരുമ്പടപ്പ് പാർക്ക് റോഡിൽ വഴിയകത്ത് ആഷിഖിനെയാണ് ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാത്രിയാണ് ആഷിഖിനെ ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ ഇയാളുടെ തന്നെ ഇൻസുലേറ്റഡ് വാനിൽ ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ഇടക്കൊച്ചി പഷ്ണിത്തോട് തോപ്പിൽ ഷിഹാബ്, ഭാര്യ ഷഹാന എന്നിവരാണ് കേസിലെ പ്രതികൾ. തിങ്കളാഴ്ച രാത്രിയാണ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തനിക്ക് വാഹനാപകടം പറ്റിയതായി ആഷിഖ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയപ്പോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ആഷിഖ് മരിച്ച നിലയിലായിരുന്നു എന്നാണ് ഷഹാന പോലീസിനോട് പറഞ്ഞത്. എന്നാൽ മൊഴികളിൽ തുടക്കം മുതലേ ദുരൂഹത തോന്നിയ പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു. ഒടുവിൽ സത്യമെന്തെന്ന് പോലീസ് കണ്ടെത്തി. ഷിഹാബുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷവും കുറച്ചു കാലമായി ആഷിഖും ഷഹാനയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇതറിഞ്ഞ ഭർത്താവ് ഷിഹാബ് ഷഹാനയെ കൊണ്ട് ആഷിഖിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പീഡന പരാതി കൊടുപ്പിച്ചു. തുടർന്ന് ആഷിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡിൽ വിട്ടു. 24 ദിവസമാണ് ഈ കേസിൽ ആഷിഖ് ജയിൽവാസം അനുഭവിച്ചത്. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആഷിഖ് യുവതിയുമായുള്ള ബന്ധം തുടർന്നു. തൻ്റെ പക്കലുള്ള ഷഹാനയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഷിഹാബിനെയും ഷഹാനെയും ഇയാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇരുവരും പോലീസിൽ നൽകിയ മൊഴി. സംഭവ സ്ഥലത്തേക്ക് എത്തിയത് ആഷിഖിനെ കൊല്ലാൻ ലക്ഷ്യം വെച്ച് തന്നെയെന്നും ഷിഹാബും പോലീസിന് മൊഴി നൽകി. തൻ്റെ കുടുംബം തകരുമോ എന്ന ചിന്തയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പ്രതി കുറ്റസമ്മതം നടത്തി. മാത്രമല്ല, ആഷിഖിനെ കൊലപ്പെടുത്തുമെന്ന് ഷിഹാബ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആഷിഖിന്റെ ബന്ധുക്കളും പറഞ്ഞിരുന്നു. ഇടക്കൊച്ചി പള്ളുരുത്തി ഇന്ദിരാഗാന്ധി റോഡിൽ കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ പാർക്ക് ചെയ്ത വാനിലാണ് ആഷിഖിനെ തുടയിൽ മുറിവേറ്റ് ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയത്. യുവാവിനെ ആഴത്തിലുള്ള മുറിവുകളോടെ വാഹനത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സാഹചര്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും കണ്ടെത്തലുകളിൽ തെളിഞ്ഞു കഴിഞ്ഞു. പ്രണയം ഭീഷണിയിലേക്ക് വഴിമാറിയപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചു. അങ്ങനെ കാമുകനെ വകവരുത്തി. വ്യക്തമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. തമ്മിൽ കാണണമെന്നാവശ്യപ്പെട്ട് ഷഹാന ആഷിഖിനെ വിളിച്ചു വരുത്തി. ഷഹാനയ്ക്കൊപ്പം ഭർത്താവ് ഷിഹാബും ഒപ്പമെത്തി. തനിക്ക് വാഹനാപകടം പറ്റിയതായി ആഷിഖ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയപ്പോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ആഷിഖ് മരിച്ച നിലയിലായിരുന്നുവെന്നാണ് ഷഹാന പോലീസിനോട് പറഞ്ഞത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഷഹാനയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ഈ സമയം വാഹനത്തിൽ ഈ യുവതിയും ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടതാണെന്ന് ഷഹാന പറഞ്ഞതോടെ ഷഹാനയ്ക്കൊപ്പം നാട്ടുകാരും കൂടിച്ചേർന്നാണ് യുവാവിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ അവിടേക്ക് എത്തിക്കും മുൻപേ ആഷിഖ് മരണപ്പെട്ടിരുന്നു. സംഭവം ആത്മഹത്യയാണെന്നാണ് ആദ്യം പോലീസും കരുതിയത്. പിന്നീട് ആഷിഖിനെ കൊന്നതാണെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി. അവൻ രാവിലെ പണിക്ക് പോയതാണ്, ഉച്ചയ്ക്ക് വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. വൈകുന്നേരമാണ് ആശുപത്രിയിൽ നിന്നും പോലീസ് വിളിക്കുന്നത്. ആഷിഖിനെ മരിച്ച നിലയിൽ ഒരു പെണ്ണ് ആശുപത്രിയിൽ എത്തിച്ചുവെന്ന് പറഞ്ഞ്. അത് കേട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ ആകെ അലങ്കോലപ്പെട്ട അവസ്ഥയിലാണ് അവനെ കണ്ടത്. പിടിവലി നടന്നിട്ടുണ്ട്. 2 കാലിൻ്റെയും തുടയിൽ ആഴത്തിലുള്ള തുളകളാണ്. തലയ്ക്ക് പിന്നിൽ അടി കിട്ടിയിട്ടുണ്ട്. ഈ പെണ്ണാണ് ഏറ്റവും വലിയ പ്രശ്നം. അവൾക്ക് ആഷിഖിനോട് ശത്രുതയുണ്ട്. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ടതിൻ്റെ ദേഷ്യമുണ്ട്. അവൾ ഒറ്റയ്ക്ക് അവനെ എടുത്ത് ഓട്ടോയിൽ കിടത്തി ആശുപത്രിയിൽ കൊണ്ടുവന്നുവെന്നത് വിശ്വാസമില്ലെന്നും ആഷിഖിന്റെ പിതാവ് പറഞ്ഞിരുന്നു. ഇതോടെ ഷഹാനയെയും ഭർത്താവ് ഷിഹാബിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ചോദ്യം ചെയ്യലിൽ സത്യം തെളിഞ്ഞു. പ്രതികൾ കുറ്റസമ്മതം നടത്തി. ആഷിഖിന്റെ 2 തുടകളിലും കാൽപാദത്തിലും ആഴത്തിൽ വെട്ടേറ്റിരുന്നു. കഴുത്തിലും പരിക്കേറ്റിരുന്നു.
മുറിവുകളിൽ നിന്നുള്ള രക്തം വാർന്നൊഴുകിയാണ് ആഷിഖ് മരണപ്പെട്ടതും. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടി ഹൃദയാഘാതം സംഭവിച്ചതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മാർക്കറ്റുകളിൽ മീൻ വിതരണം ജോലി ചെയ്തിരുന്ന ആഷിഖും ഷഹാനയുമായി അടുക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉമേഷ് ഗോയലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഓൺലൈനായി വാങ്ങിയ ചെറിയ ബ്ലേഡ് കത്തി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. അന്വേഷണത്തിൽ പെൺസുഹൃത്തിന്റെ ഭർത്താവും സംഭവസ്ഥലത്തുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മരിച്ച ആഷിഖിന് പെൺസുഹൃത്തുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് അന്വേഷിച്ചു വരുന്നതായും പോലീസ് സൂചിപ്പിച്ചു. ഷിഹാബും ഷഹാനയും കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഗോയൽ പ്രതികരിച്ചു. യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തതാകുമെന്നാണ് കുടുംബം ആദ്യം കരുതിയത്. എന്നാൽ മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതോടെയാണ് കൊലപാതകമാണെന്ന സംശയം തോന്നിയതെന്ന് ആഷിഖിന്റെ പിതാവ് പറഞ്ഞു. വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിൽ ചോര വാർന്ന നിലയിലായിരുന്നു ആഷിഖിനെ കണ്ടെത്തിയത്. പോലീസിൽ വിവരമറിയിച്ചതാകട്ടെ ഒപ്പമുണ്ടായിരുന്ന പ്രതികളിൽ ഒരാളായ ഷഹാനയും. എന്നാൽ മറ്റൊരു അതിഥി കൂടി എല്ലാത്തിനും മൂകസാക്ഷിയായി അവിടെ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട ആഷിഖിന്റെ പെൺസുഹൃത്തിന്റെ വെള്ളരോമങ്ങളുള്ള പേർഷ്യൻ ഇനത്തിൽപ്പെട്ട ഒരു പൂച്ച. വാഹനത്തിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ആ പൂച്ചയെയും പോലീസ് ഒപ്പം കൊണ്ടുവന്നു. ഡ്രൈവർ ക്യാബിനുള്ളിൽ നിന്നാണ് പോലീസിന് പൂച്ചയെ കിട്ടിയത്. ചോര തളം കെട്ടിയ ആ വാനിനുള്ളിൽ 16 മണിക്കൂറിലേറെയാണ് ആ മിണ്ടാപ്രാണി കഴിച്ചുകൂട്ടിയത്. തിങ്കളാഴ്ച രാത്രി പൂച്ചയുമായാണ് ആഷിഖിനെ കൊലപ്പെടുത്താൻ ഷഹാനയും ഭർത്താവ് ഷിഹാബും സംഭവസ്ഥലത്തേക്ക് എത്തിയത്. വാനിന്റെ ഡ്രൈവർ സീറ്റിലിരുന്ന ആഷിഖിന്റെ തുടയിലും കാലിലും കത്തികൊണ്ടി വരഞ്ഞ് മുറിവുകൾ ഉണ്ടാക്കി. ഈ മുറിവുകളിൽ നിന്ന് ചോര വാർന്നാണ് ആഷിഖ് മരണപ്പെട്ടതും. കൊലപാതകം നടത്തി ഷിഹാബ് മടങ്ങിയ ശേഷം ഷഹാന നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആഷിഖിനെ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ തിരക്കിനിടയിൽ പൂച്ചയുടെ കാര്യം പെൺസുഹൃത്തും മറ്റുള്ളവരും മറന്നു. കൊലപാതകം നടന്ന വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിനുള്ളിലായിരുന്നു പൂച്ച. ക്രൈം സീനായ ഈ വാനും സ്വാഭാവികമായും പോലീസിന്റെ നിയന്ത്രണത്തിലായി. കൊലപാതകം നടന്നത് ഈ വാഹനത്തിനുള്ളിലായതിനാൽ തെളിവുകൾ, വിരലടയാളം അങ്ങനെയെല്ലാം നിർണായക തെളിവുകളാകും. അതിനാൽ തന്നെ തെളിവുകൾ സമാഹരിക്കാതെ ലോറി തുറക്കാനോ പൂച്ചയെ പുറത്തേക്കെടുക്കുവാനോ കഴിയാത്ത സ്ഥിതിയായി. പോലീസുകാരും നിസ്സഹായരായി. രാത്രി മുഴുവൻ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ആ പൂച്ച ചോരയുടെ ഗന്ധം നിറഞ്ഞ ആ ക്യാബിനുള്ളിൽ കുടുങ്ങി. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ വിരലടയാളങ്ങളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കാനുള്ള വിദഗ്ധ സംഘമെത്തി. വാനിന്റെ വാതിലിലെ വിരലടയാളങ്ങൾ ആദ്യം ശേഖരിച്ചു. അത് പൂർത്തിയായതിന് പിന്നാലെ ഡ്രൈവർ സീറ്റിന്റെ എതിർവശത്തുള്ള വാതിൽ തുറന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്വതന്ത്രനാകാൻ കാത്തിരിക്കുകയായിരുന്നു പൂച്ച. നാട്ടുകാരിൽ ഒരാൾ പൂച്ചയെ പിടിച്ച് പോലീസ് കൊണ്ടുവന്ന കടലാസ് പെട്ടിയിലേക്ക് മാറ്റി. പൂച്ചയ്ക്കുള്ള കടലാസ് കൂട് പോലീസ് നേരത്തെ തന്നെ കരുതിയിരുന്നു. പൂച്ചയ്ക്കുള്ള ഭക്ഷണവും പോലീസ് കരുതിയിരുന്നു. കുടിവെള്ള കുപ്പിയുടെ അടിഭാഗം മുറിച്ചുണ്ടാക്കിയ പാത്രത്തിൽ നൽകിയ തീറ്റ അതിവേഗം പൂച്ച അകത്താക്കി. പൂച്ചയെ പള്ളുരുത്തിയിൽ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്ന സ്വകാര്യ വ്യക്തി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഷഹാനയുടെ ബന്ധുക്കൾ എത്തിയാൽ പൂച്ചയെ അവരെ ഏൽപ്പിക്കും. ആഷിഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തങ്ങൾ നഗർ ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.